ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു പാലം പോലത്തെ ഒരു കിങ് ഫിഷുമായിട്ടാണ്. നമുക്ക് ഈ നെന്മീൻ, കിങ് ഫിഷ് എന്നൊക്കെ പറയും, ഐക്കൂറ എന്ന് പറയും, പല പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഫിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പോണേന്ന് നോക്കിയാലോ. ഞാനിന്ന് മച്ച്ബൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് കട്ട് ചെയ്യാം. എങ്ങനെയാണ് മച്ച്ബൂസ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇത് ഇന്നലെ ഫ്രീസറിൽ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നലെ ഞാൻ ഫ്രീസറിലോട്ട് കട്ട് ചെയ്ത് 2 പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തും കൊണ്ട് വരാം. ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണേന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സൈഡെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇത് പീസാക്കി ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം കട്ട് ചെയ്തും കളയണം. മാർക്കറ്റിൽ നിന്ന് ഞാൻ ഫിഷ് മേടിച്ച കട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇതിപ്പോൾ അവർ കടലിൽ നിന്ന് പിടിച്ചും കൊണ്ട് വന്നതായതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യണം. നമുക്ക് ഏത് കണക്കിനാണെന്ന് നോക്കാം. മച്ച്ബൂസിൻ്റെ കട്ട്. ബിസ്മില്ല. ഇതേ സൈസിന് വേണം മച്ച്ബൂസിന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടല്ലോ നിങ്ങൾ. ഇതിൻ്റെ വണ്ണം നോക്കിക്കാണി. ഇതേ അളവിന് നമുക്ക് കട്ട് ചെയ്തും കൊണ്ട് വരാം എല്ലാ മീനും. മച്ച്ബൂസിനാണ് ഞാൻ 2 കപ്പ് അരി ഇട്ടിട്ടുണ്ട്. ബസ്മതി അരിയാണ്. കുതിരാൻ വേണ്ടി ഇട്ടേക്കാണ്. മീൻ കണ്ടല്ലോ. മീൻ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തോട്ടൊരു മസാല ആക്കി കൊടുക്കാം നമുക്ക്. മച്ച്ബൂസിനാണ്. ആദ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ബിസ്മില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അടുത്തത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനനുസരിച്ച് വേണം നിങ്ങൾ മസാല കൂട്ടിയും കുറച്ചും കൊടുക്കാൻ. മീൻ എത്രയുണ്ട് അതനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കണം. അടുത്തത് നമുക്ക് മുളക് പൊടിയാണ്. ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മസാല ആക്കി വയ്ക്കാം. മസാല ആക്കി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടോ, നല്ലതുപോലെ എല്ലാ മീനിലും മസാല പിടിച്ചിട്ടുണ്ട്. നോക്കി ഇതുപോലെ മസാല ആക്കി നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മച്ച്ബൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. മച്ച്ബൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ സർവ് ചെയ്യാൻ പോവുകയാണ്. ബിസ്മില്ല. കണ്ടോക്കി ല്ലോ. ആദ്യം മീനൊന്ന് മാറ്റി കൊടുക്കണം. മീൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ചോറ് പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാവൂ. പക്ഷെ മീൻ മാറ്റിയില്ലെങ്കിൽ മീനോടുകൂടി തട്ടിയാൽ മീൻ പൊടിഞ്ഞു പോകും. കണ്ട, ഇതുപോലെ മീനങ്ങ് മാറ്റി കൊടുക്കണം. മാറ്റിയതിന് ശേഷം നമുക്ക് ചോറ് തട്ടി കൊടുക്കാം. 1.5 ഒരു മച്ച്ബൂസാണ് മക്കളെ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മച്ച്ബൂസാണ് അറബിക്ക് മച്ച്ബൂസ്. ഇത് അറബികൾക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് അറബി ഷെഫാണ്. ഞാൻ അറബിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വേണ്ടല്ലോ. ഞാൻ ഒറിജിനൽ അറബിക്ക് ഷെഫാണ്. 10-30 വർഷം കൊണ്ട് ഞാൻ ഇതുപോലെ ഷെഫിൻ്റെ പണിയെടുക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങളുടെ അടുത്ത് ഞാൻ കള്ളത്തരങ്ങളൊന്നും അല്ല പറയുന്ന. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മച്ച്ബൂസാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി ഈ ചോറ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടയ്ക്കണ്ട, ഇങ്ങനെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നിങ്ങൾ കണ്ടു നോക്കി. ഒരേ ചോറ് നിങ്ങൾക്ക് കണ്ട് നോക്കിയിട്ട് പറയാം. ഒരു ചോറ്റിൻ്റെ വലിപ്പം നിങ്ങൾ 1 ഇഞ്ചിൽ കൂടുതലുണ്ട് ഒരേ ചോറ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ല പെർഫെക്റ്റ് മച്ച്ബൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയി തയ്യാറാക്കി നോക്കൂ. ഈ ചോറ് ഞാൻ കാണിച്ചു തരാം. നോക്കി മക്കളെ. ഈ ചോറ് നോക്കിക്കണി. ഒരേ ചോറ് ഒന്നിൽ പിടിക്കില്ല.
അത്രയും പെർഫെക്റ്റാണ്. നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എല്ലാവരും മച്ചുപൂസ് ഉണ്ടാക്കുന്ന ആരെയും ഞാൻ കുറ്റം പറയുന്നതും അല്ല, ഞാൻ പറയുന്നത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഞാനൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. ബിസ്മില്ല. ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊന്ന് തട്ടി കൊടുക്കുന്നു. നോക്കി നിങ്ങൾ കണ്ടോക്കി എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതാ മച്ചുപൂസ്, ഇതാ മച്ചുപൂസ്. എല്ലാ തറയിലും അവിടെ ഇവിടെയൊക്കെയായി. കണ്ടോക്കി. ഇതാണ് മക്കളെ മച്ചുപൂസ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ മച്ചുപൂസല്ല, ഇത് ഒറിജിനൽ മച്ചുപൂസാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് മച്ചുപൂസ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. നോക്കിക്കോ. നിങ്ങളെ മുമ്പ് വെച്ചാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്, എവിടെയും കൊണ്ടുവച്ചിട്ടല്ല. മച്ചുപൂസിൻ്റെ മുകളിലോട്ട് ഞാൻ മീൻ പറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഫ്രൈ ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഫ്രൈ ഒനിയനും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അല്പം മല്ലിയിലയും കൂടെ ഒരു ഡിസൈനായിട്ട് നമുക്കൊരു മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടു നോക്കി. കുറച്ച് മല്ലിയില മതി ഒരു ഡിസൈന് വേണ്ടി. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെല്ലാവരും വേഗം ഒന്ന് തയ്യാറാക്കി നോക്കി. 1 കപ്പ് അരി മാത്രം മതി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ. ഞാനിത് കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അറബി പാലസ് ആയതുകൊണ്ട് കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.